എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. നോർക്ക കെയർ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 7ഓളം വീഡിയോകൾ ചാനലിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ വീഡിയോകളെല്ലാം നല്ല രീതിയിൽ നാട്ടിലെ സുഹൃത്തുക്കളും അതിനോടൊപ്പം പ്രവാസി സുഹൃത്തുക്കളും കാണുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. വളരെ സന്തോഷം. ഇപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഒക്ടോബർ 30 വരെ നീട്ടിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചും വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ വീഡിയോകളിലൊക്കെ ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ഉണ്ട്, നോർക്ക പ്രവാസി ID കാർഡ് എടുക്കുന്ന വീഡിയോ ഉണ്ട്, സംശയങ്ങൾ നിവാരണം ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ഈ വീഡിയോകളിലെല്ലാം പൊതുവായിട്ട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇതിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ എങ്ങനെ തിരുത്താൻ സാധിക്കും എന്നുള്ളതായിരുന്നു. അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോയുമായി വന്നിരിക്കുന്നത്. നമുക്കറിയാം നോർക്ക ID, അതിൽ പ്രധാനമായിട്ടും പ്രവാസി ID, NRK ID, സ്റ്റുഡൻറ്റ് ID, ഇതിലേതെങ്കിലും ഒരു ID ഉള്ളവർക്ക് മാത്രമേ നോർക്ക കെയർ ഇൻഷുറൻസ് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, ഇങ്ങനെയുള്ള നോർക്ക ID നമ്മൾ എടുത്തപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസും അഡ്രസ്സും പേരും ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് നോർക്ക കെയർ എടുക്കുമ്പോൾ അതിലേക്ക് നമുക്കിപ്പോൾ ID ഡീറ്റെയിൽസ് കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഫെച്ച് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അവിടെ നിന്നും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണുന്നില്ല. പിന്നീടും നമുക്ക് ഓൺലൈനായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യവും കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കിവിടെ നോർക്കയുടെ വാട്സപ്പ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ അതിലേക്ക് ചാറ്റ് ചെയ്ത് ഈ പ്രശ്നം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് പരിഹരിക്കാൻ ശ്രമിക്കാം. അത് പലപ്പോഴും ഇംഗ്ലീഷിലൊക്കെയാണ് സംസാരിക്കേണ്ടി വരിക. ഇതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമുള്ളൊരു മാർഗ്ഗം ഇന്ന് നോർക്കയിലേക്ക് കോൺടാക്റ്റ് ചെയ്തപ്പോൾ ലഭിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്നത്, നോർക്കയുടെ ഒരു ഇമെയിൽ ID അവർ ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിനായിട്ട്. ആ ഇമെയിൽ IDയിലേക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇമെയിൽ ID ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കാം. idhelpdesk.norca@kerala.gov.in. ഒന്നുകൂടെ പറയാം, idhelpdesk.norca@kerala.gov.in. ഇതാണ് ആ മെയിൽ ID. ഈ മെയിലിലേക്ക് നമ്മളിപ്പോൾ നോർക്ക IDയിലാണ് തെറ്റ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നോർക്ക IDയും ഈ തെറ്റ് വന്നത് പ്രൂവ് ചെയ്യുവാനായിട്ടുള്ള പാസ്പോർട്ടിൻ്റെ കോപ്പിയോ ആധാറിൻ്റെ കോപ്പിയോ ഏതാണെന്ന് വെച്ചാൽ അതും അറ്റാച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മെയിലിൽ എഴുതി അയക്കുകയാണ് ചെയ്യേണ്ടുന്നത്. കഴിവതും നോർക്ക കെയർ ഇൻഷുറൻസ് അപേക്ഷിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ നോർക്ക ID നോക്കുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റ് കണ്ടാൽ അപ്പോൾ തന്നെ നോർക്ക IDയിൽ തിരുത്തൽ വരുത്തിയതിന് ശേഷം നോർക്ക കെയറിന് അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് വന്നുകൊള്ളും. കാരണം നോർക്ക IDയിലെ അഡ്രസ്സാണ് നോർക്ക കെയറിന് അപേക്ഷിക്കുമ്പോൾ അതിലേക്ക് ഫെച്ച് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ID തിരുത്തൽ വരുത്തിയതിന് ശേഷം നോർക്ക കെയറിന് അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നോർക്ക കെയറിന് അപേക്ഷിച്ചതിന് ശേഷവും ഇതുപോലെ മെയിൽ ചെയ്ത് തെറ്റുകൾ തിരുത്തുവാൻ സാധിക്കും. അങ്ങനെ നോർക്ക കെയറിന് അപേക്ഷിച്ചിട്ടാണ് തെറ്റ് തിരുത്താൻ മെയിൽ അയക്കുന്നതെന്നുണ്ടെങ്കിൽ നോർക്ക കെയർ അപേക്ഷിച്ച് കഴിയുമ്പോൾ നമുക്ക് കാർഡ് ലഭിക്കുമല്ലോ. ഈ കാർഡും അതിനോടൊപ്പം ഈ ബന്ധപ്പെട്ട രേഖകളുടെ പ്രൂഫും കൂടി അറ്റാച്ച് ചെയ്ത് മെയിൽ അയച്ച് തിരുത്തുവാൻ ശ്രമിക്കുക. ഇങ്ങനെ സംശയം ഉന്നയിക്കുമ്പോഴൊക്കെ ഞാൻ നോർക്കയുമായി കോൺടാക്റ്റ് ചെയ്യാനാണ് മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നാണ് അതിന് ശരിക്കുള്ള മറുപടി അവിടെ നിന്ന് ലഭിച്ചത്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്തതും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.